നമസ്കാരം. ഈ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒട്ടനവധി പ്രവാസികളുള്ള ഒരു നാടാണല്ലോ. എല്ലാ വീട്ടിലും തന്നെ ഓരോ പ്രവാസികളുണ്ട് എന്ന് നമ്മൾ തമാശയ്ക്കായിട്ട് പറയാറുണ്ട്. കാരണം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലായിട്ട് നമ്മുടെ മലയാളികൾ ഒട്ടനവധി ആളുകൾ മാറുകയും അങ്ങോട്ട് താമസം മാറ്റുകയും ഒക്കെ ചെയ്ത് സുഖകരമായിട്ട് ജീവിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ ജനിച്ചു വളർന്ന മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിയ പല മലയാളിയുടെയും ചിന്ത, എൻ്റെ വ്യക്തിപരമായ ചിന്തയും അങ്ങനെ തന്നെയാണ്. അതായത് നാട്ടിലാണ് ജീവിതം സുഖം. എന്തൊക്കെ ലക്ഷറി ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നത് നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോഴാണ്, നമ്മുടെ കൾച്ചറുമായിട്ടൊക്കെ ഇഴുകിച്ചേർന്ന് അതിന്റെ എല്ലാ രസങ്ങളും ഒക്കെ അനുഭവിക്കുമ്പോഴാണ് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവരോട് നമ്മുടെ മലയാളി സമൂഹത്തിന് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ എന്താണ് മറുപടിയായിട്ട് പറയാറുള്ളത്? പലപ്പോഴും അവരെ പ്രോത്സാഹിപ്പിക്കുകയാണോ അതോ നിരുത്സാഹപ്പെടുത്തുകയാണോ ചെയ്യുന്നത്? ഈ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇത് അഗെയിൻ ഞാൻ റെഡിറ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് ഈ വിഷയത്തിന്റെ ഒരു വശം മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചത്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ച ഈ ചോദ്യം ഇതിനു മുമ്പ് പല ആളുകളും ഡിസ്കസ് ചെയ്തിരുന്നതുകൊണ്ട് അതിന്റെ റെസ്പോൺസസ് കണ്ടുപിടിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ത്രെഡ് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് ആളുകൾക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള പല അഭിപ്രായങ്ങളും എനിക്ക് കാണാനായിട്ട് സാധിച്ചു. ഇന്ന് ആ ചിന്തകളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിൽ വന്ന ചോദ്യം ഇതായിരുന്നു: വാട്ട് ഈസ് ദ ഗ്രൗണ്ട് റിയാലിറ്റി ഫോർ വിമൻ ലൈഫ് ഇൻ കേരള? ആർ തിങ്സ് ബെറ്റർ? സ്ത്രീകൾക്ക് കേരളത്തിലുള്ള ജീവിതത്തിന്റെ അവസ്ഥ അത് മെച്ചപ്പെട്ടതാണോ എന്നുള്ള ചോദ്യമായി. ഈ ചോദ്യത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, യൂറോപ്പിലേക്ക് കുറച്ച് വർഷമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ ആയിട്ട് കുടിയേറിയ ഒരു മലയാളി, അദ്ദേഹം 7-8 മാസം കൂടുമ്പോൾ നാട്ടിലേക്ക് ഒന്ന് വന്ന് ഒരു 2 മാസം നാട്ടിൽ നിന്ന് തിരിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ കുറച്ച് നാളായിട്ട് ഇങ്ങനെ പൂർണ്ണമായിട്ടും നാട്ടിലേക്ക് തിരിച്ചു വരണോ അതോ യൂറോപ്പിൽ തന്നെ സെറ്റിൽ ചെയ്യണോ? എന്നാൽ അദ്ദേഹം ചിന്തിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയെക്കുറിച്ചാണ്. ഈ ഭാര്യ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൾക്ക് നാട്ടിൽ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് കഴിയുമോ? നാട്ടിലെ അവസ്ഥ എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ സ്വന്തം നാട് തൃശ്ശൂരാണ്. തൃശ്ശൂര് താമസിക്കണോ അതോ യൂറോപ്പിൽ തന്നെ സെറ്റിൽ ആവുന്നതാണോ നല്ലത് എന്നുള്ള ഒരു ചോദ്യമാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ചില കൺസേൺസ് ഉണ്ട്. കൺസേൺസ് ഇതൊക്കെയാണ്: ഇറ്റ് സർക്കിൾസ് അറൌണ്ട് ദ നോസി റിലേറ്റീവ്സ്, ലാക്ക് ഓഫ് ഫ്രീഡം, ജഡ്ജ്മെന്റ് ആൻഡ് ദ ലിസ്റ്റ് വി ആർ ഓൾ ഫെമിലിയർ വിത്ത്. യൂറോപ്പ് പ്രോബബ്ലി ഓഫേഴ്സ് ദ ബെസ്റ്റ് കൈൻഡ് ഓഫ് ഫ്രീഡം ആൻഡ് സേഫ്റ്റി ഫോർ വിമൻ. എവറിഥിങ് ഈസ് ഹാസൽ ഫ്രീ ഫ്രം ദ ക്ലോത്ത്സ് യു വെയർ ടു യുവർ ജോബ്. ഒരു നല്ല ഒബ്സർവേഷൻ ആണ്. നമ്മുടെ നാട്ടില് എല്ലാത്തിനും അഭിപ്രായം പറയുന്ന ഒരു നാടാണല്ലോ നമ്മുടേത്. നമുക്ക് പരിചിതമായ ഒരു സ്ഥലം. യൂറോപ്പിലും അല്ലെങ്കിൽ മറ്റ് വെസ്റ്റേൺ രാജ്യങ്ങളിലേക്ക് വരുമ്പം ലൈഫ് വളരെ സിമ്പിൾ ആണ്. ആരും ആരുടെയും കാര്യത്തിൽ ഇന്റർഫിയർ ചെയ്യാതെ, പ്രത്യേകിച്ചും വിദേശികളുടെ അടുത്തൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ അവർ നമ്മുടെ ഒരു കാര്യത്തിലും ഇന്റർഫിയർ ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്തവരാണ്. അവര് അവരുടേതായ ലോകത്ത് അവർ ബിസിയാണ്, നമ്മൾ നമ്മുടേതായ ലോകത്ത് ബിസിയാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ നിന്നും ഇവിടെ വരുന്ന മലയാളികൾ തീർച്ചയായിട്ടും നമ്മുടെ കൾച്ചർ ഇവിടെയും കൊണ്ടുവന്ന് നമ്മൾ തുടരാറുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. മറ്റ് മലയാളികളുടെ കാര്യങ്ങളിൽ ഇടപെടുകയും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ട്. അത് നമ്മുടെ പാരമ്പര്യത്തിന്റെയും അല്ലെങ്കിൽ ജാതിയാലുള്ള തൂത്താൽ പോവില്ലല്ലോ എന്ന് പറയുന്ന ആ ഒരു സംസ്കാരത്തിന്റെയൊക്കെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഈ ചോദ്യത്തിന് വന്ന കമന്റ്സിൽ ഒന്നാമത്തെ കമന്റ് ഇങ്ങനെയായിരുന്നു: സ്റ്റേ ഇൻ യൂറോപ്പ് so that your kids don't have to go through what millions of young Malayalis are going through, spending lakhs of money to immigrate. അതൊരു ഒബ്സർവേഷൻ ആണ്. നമുക്കറിയാം, ഇന്ന് ചെറുപ്പത്തിലുള്ള 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പോലും പഠിക്കുന്നത് എങ്ങനെ നാട്ടിൽ നിന്ന് പുറത്ത് കടക്കാമെന്നുള്ള ചിന്തയോടെയാണ് എന്ന് നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്. ഒരുപക്ഷെ അത് വാസ്തവമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ വരും തലമുറയ്ക്ക് അത് ഗുണമാവും, അതുകൊണ്ട് നാട്ടിലേക്ക് വരരുത് എന്നുള്ള ഒരു ചിന്തയാണ് പറഞ്ഞു വെക്കുന്നത്. അടുത്ത വന്ന ഒരു കമന്റ് നമുക്ക് എപ്പോഴും ഉള്ള, നമ്മൾ പറയല്ല, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച. അത് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു ചിന്തയാണ്. അപ്പൊ അതുകൊണ്ട് അത് തോന്നുക എന്നുള്ളത് സ്വാഭാവികമാണ് എന്നുള്ള ഒരു കമന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മറ്റൊന്ന് വന്നത് നമ്മുടെ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെ കുറിച്ചാണ്. പലപ്പോഴും ഈ നാട്ടിലേക്ക് വരാനായിട്ട് താല്പര്യം കാണിക്കുന്നത് ഹസ്ബൻഡ്സ് ആണ്. അപ്പോൾ ഹസ്ബൻഡ്സ് ആർ പച്ചപ്പ് ആൻഡ് ഹരിതാവ. അത് തമാശയ്ക്കായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. നാട്ടിലെ പച്ചപ്പും ഹരിതാപയൊക്കെ കണ്ട് സുഖമായിട്ട് ജീവിക്കാം എന്നുള്ള ഒരു ആണുങ്ങളുടെ ചിന്തയെക്കുറിച്ചാണ് ഇത് പങ്കുവയ്ക്കുന്നത്. ആ ഒരു ചിന്തയെക്കുറിച്ചുള്ള ഒരു സ്ത്രീയുടെ അഭിപ്രായം ഇങ്ങനെയായിരുന്നു: ഐ എം എ വുമൺ ഇൻ വെരി റോങ് സൈഡ് ഓഫ് 30. അപ്പം ആ സ്ത്രീ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം ഇതാണ്: ഐ എം അഫ്രെയ്ഡ്, മൈ ഫിയർ ദാറ്റ് ഐ വിൽ ലൂസ് മൈ ഫ്രീഡം ആൻഡ് ഇൻഡിപെൻഡൻസ്. പുറത്ത് താമസിക്കുന്ന ആളുകൾക്കുള്ള ഒരു ഫ്രീഡവും ഇൻഡിപെൻഡൻസും നമ്മുടെ നാട്ടിൽ വരുമ്പോൾ കിട്ടുമോ എന്നുള്ള ഒരു ഭയം ഉണ്ട്. അത് എത്രത്തോളം ശരിയാണ് എന്ന് നാട്ടിൽ ജീവിക്കുന്നവർക്കാണ് കൂടുതലായിട്ടും പറയാനായിട്ട് സാധിക്കുക. അതിനൊരു നല്ല ഉദാഹരണമായിട്ട് ആ സ്ത്രീ അവതരിപ്പിച്ചൊരു കാര്യം: ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഏകദേശം 1 മണിക്കൂർ, അത് രാത്രിയിലാണ് ജോലി കഴിഞ്ഞിട്ട് പോകുന്നത്, 7 മണിക്ക് ശേഷം ആണ് യാത്ര നടത്തുന്നത്. അപ്പൊ അങ്ങനെ 1 മണിക്കൂർ നടക്കാനായിട്ട് ഒന്നും പേടിക്കേണ്ടതില്ല രാത്രിയിൽ. അത് വളരെ സ്വാഭാവികമായ കാര്യമാണ്. നമ്മുടെ ഇവിടെ എല്ലാം ആളുകൾക്ക് വളരെ സ്വാതന്ത്ര്യത്തോടെ ഇങ്ങനെ നടക്കാനായിട്ടും പോകാനായിട്ടും ഒക്കെ സാധിക്കും. ഒരു തരത്തിലുള്ള ഭയവും ഉണ്ടാവേണ്ടതില്ല. എന്നാൽ നാട്ടിൽ വരുമ്പോൾ അപ്രകാരമുള്ള ഒരു സേഫ്റ്റി ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് ഈ കമന്റിന്റെ അകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുക. അടുത്തതായിട്ട് ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കമന്റ് എന്ന് പറയുന്നത് വളരെ നമുക്ക് പരിചിതമായതും എന്നാൽ ഒരു വലിയ അപകടം പിടിച്ചതുമായ ഒരു കമന്റ് ആണിത്. ഐ ജസ്റ്റ് ലാൻഡഡ് ഇൻ ഇന്ത്യ. ദ
the woman sitting next to me on the flight was from Kerala too, and she casually asked my caste. She also kept prying into my iPad, sneaking into my bag whenever I opened it, and asked all kinds of other personal questions. I felt extremely uncomfortable, scared of the same behavior from many other uncles and aunties. I will see when I get home. Personal boundaries a ബിഗ് പ്രോബ്ലം ഇൻ കേരള. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ് മറ്റുള്ളവന്റെ കാര്യത്തിൽ ഇടപെടുക, അവരുടെ കാര്യങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കുക, അവരുടെ രീതികളും ജീവിതവും ഒക്കെ മനസ്സിലാക്കി അതിനെക്കുറിച്ച് അല്പം കമന്റ്സും ഗോസിപ്പും ഒക്കെ ആയിട്ട് നടക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവം നമുക്കുള്ളതാണ്. ഈ പറഞ്ഞ ഒരു കമന്റിന്റെ അകത്ത് ഒരു ഭയം ഉള്ളത് വളരെ സ്വാഭാവികമായ ഒരു ഭയമാണ്, നമ്മുടെ ഒരു രീതിയാണ്. അതെങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിന് ഉത്തരം നമ്മുടെ ഒരു മനുഷ്യന്റെ ഒരു ക്യൂരിയോസിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ അറിയാനുള്ള ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യർ ശാസ്ത്രീയമായിട്ട് ഇത്രയും ഉയർച്ചയിലേക്ക് എത്തിയത്. പക്ഷെ പലപ്പോഴും ശാസ്ത്രീയമായിട്ടല്ല, അങ്ങനെ നല്ല കാര്യത്തിന് ഉപയോഗിക്കേണ്ട നമ്മുടെ ക്യൂരിയോസിറ്റി മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു എന്ന് കാണാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളെ തന്നെ ഡീഗ്രേഡ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഐഡന്റിറ്റിയെ തന്നെ വളരെ വികലമായിട്ട് ചിത്രീകരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇംപ്രഷൻ ഒരു വ്യക്തിക്ക് ഉണ്ടാവുക. ഫ്ലൈറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഏതാണ് നിങ്ങളുടെ കാസ്റ്റ്, അതനുസരിച്ച് ആദ്യത്തെ ജഡ്ജ്മെന്റ് ആരംഭിക്കുന്നു. പിന്നെ ഐപാഡ് തുറന്നു കഴിയുമ്പോൾ എന്താണ് അയാൾ കാണുന്നതെന്ന് കാണാനായിട്ട് ശ്രമിക്കുന്നു. പിന്നെ ബാഗ് തുറക്കുമ്പോൾ എന്താണ് ബാഗിൽ ഉള്ളതെന്ന് അറിയാനായിട്ട് ശ്രമിക്കുന്നു. ഇങ്ങനെ ക്യൂരിയോസിറ്റി വളരെ നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതി നമുക്കുണ്ട് എന്ന് ഈ കമന്റ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇനി അടുത്ത ഒരു കമന്റ് ഇതായിരുന്നു: സൊസൈറ്റി വോണ്ട് ചേഞ്ച് സോ ഫാസ്റ്റ് ഇൻ ഇറ്റ്സ് ഔട്ട്ലുക്ക്. ഓൾ ദ നെഗറ്റീവ് തിങ്സ് യുവർ വൈഫ് mentioned still exists. The entire country, including Kerala, has also become more communally charged. If you want to live with the same amount of personal liberty and standards that you currently enjoy, stay wherever you are right now. അതൊരു വലിയ ഒരു യാഥാർത്ഥ്യമായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. പല ആളുകളും പറയുന്നത് നാട് പണ്ടത്തെ നാടല്ല, ഇത് ജാതിപരമായിട്ടും രാഷ്ട്രീയമായിട്ടും മതപരമായിട്ടും ഒക്കെ ഒത്തിരി വിഭജിക്കപ്പെട്ട ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുന്നു. വെറുപ്പ് അന്യായമായിട്ട് അല്ലെങ്കിൽ നിയന്ത്രണാതീതമായിട്ട് വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് നമ്മൾ ജീവിക്കുന്നത്. പരസ്പരം ഭയം കുത്തി നിറച്ച് ഒരുത്തിനെയും വിശ്വസിക്കരുത് എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ എല്ലാം ബ്രെയിനിലേക്ക് തന്ന് മനുഷ്യനെ വിഭജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരം നാട്ടിൽ മുഴുവൻ വളർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ ഒരു രീതി പലപ്പോഴും അപകടകരമായിട്ട് നമുക്ക് തോന്നാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ ഇത് പറയുമ്പം എനിക്കൊരു വ്യക്തിപരമായ അഭിപ്രായമുള്ളത്, ഇത് നമ്മുടെ നാട്ടിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. വിദേശ രാജ്യങ്ങളിൽ പോലും ഇപ്രകാരമുള്ള ഒരു വെറുപ്പ് വളർന്നു വരുന്നുണ്ട്. അത് മനുഷ്യനെ വിഭജിക്കാനും മനുഷ്യനെ മനുഷ്യനായി കാണാതെ പല മനുഷ്യനുണ്ടാക്കി വെച്ച വിഭജന മന്ത്രങ്ങളുടെ പേരിൽ, അത് കളറിന്റെ പേരിലോ രാജ്യത്തിന്റെ പേരിലോ സംസാര ഭാഷയുടെ പേരിലോ ഒക്കെ മനുഷ്യനെ വിഭജിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. മറ്റൊരാൾ പറഞ്ഞ ഒരു അഭിപ്രായം ഇതായിരുന്നു: ഈ പെർമനന്റ് ആയിട്ട് ഈ നാട്ടിൽ പോയി നിൽക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ വിസിറ്റ് ചെയ്യുക. കാരണം പെർമനന്റ് ആയിട്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ഒരു സ്വീകാര്യതയും അംഗീകാരമൊന്നും ലഭിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പെർമനന്റ് ആയിട്ട് പോയി നിൽക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കരുത് എന്നുള്ള ഒരു കമന്റ് ഒരാൾ പറഞ്ഞത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇനി അമേരിക്കയിൽ നിന്നുള്ള ഒരു സ്ത്രീയുടെ കമന്റ് ഇങ്ങനെയായിരുന്നു: ഐ എം ഡെഡ് അഗൈൻസ്റ്റ് മൂവിംഗ് ബാക്ക് ടു ഇന്ത്യ. ആസ് എ 30-something woman, I simply can't deal with the stress and safety concerns. അത് സ്വാഭാവികമായിട്ട് വരുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ താമസിച്ചു കഴിഞ്ഞാൽ പിന്നീട് നാട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ആകാംക്ഷ, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ, സേഫ്റ്റിയെ കുറിച്ചുള്ള കൺസേൺസ് ഒക്കെ ഉണ്ടാകുന്നത് വളരെ സ്വാഭാവികമാണ്. പിന്നെ നാട്ടുകാരുടെ കുറച്ച് കുത്തുവാക്കുകളിലൂടെ ആകുമ്പോൾ ആ ഉള്ള സന്തോഷം മുഴുവൻ പോയി കിട്ടുകയും ചെയ്യും. പ്രത്യേകിച്ചും അവൾ അമേരിക്കയിൽ പോയിട്ടൊന്നും രക്ഷപ്പെട്ടില്ല എന്ന് തോന്നുന്നു, അല്ലെങ്കിലും ഇമാതിരി അഹങ്കാരമുള്ളതിന് ദൈവം ഒന്നും കൊടുക്കില്ല. ഇത് നാട്ടുകാർ പറയുന്ന ഒരു കാര്യമാണ്. നമുക്കൊന്നും ഇല്ലെങ്കിലും മറ്റുള്ളവരെ കുറിച്ച് അഭിപ്രായം പറയാനായിട്ട് നമുക്ക് ഒരു കുറവുമില്ല എന്നുള്ളതിന്റെ ഒരു നല്ല ഒരു ഉദാഹരണം കൂടിയാണ് ഈ കമന്റ് എന്ന് എനിക്ക് തോന്നുകയാണ്. ഇനി ഒരാൾ പറഞ്ഞ കമന്റ് ഇങ്ങനെയായിരുന്നു: 1000 സൂര്യൻ എന്ന പേരുള്ള അക്കൗണ്ടിൽ നിന്ന് വന്ന കമന്റ് ഇതായിരുന്നു: ഇഫ് യുവർ ഫാമിലി ഈസ് ഗോയിങ് ടു ഹാവ് എ ക്വയറ്റ് ലൈഫ് മൈൻഡിങ് യുവർ ഓൺ ബിസിനസ്, there will be no issue whatsoever. But if you like having the spotlight, you should already quite be comfortable with people judging and having opinions about it. So nothing much to worry about. Just don't settle next door to nosy relatives. That would be too much. In Kerala, you have to live like Malayalis to some degree. ഒരു കൾച്ചറൽ അഡാപ്റ്റേഷൻ, ഒരു റീ അഡാപ്റ്റേഷൻ നടത്തേണ്ടതിന്റെ ഒരു ആവശ്യകതയെ കുറിച്ചാണ്. നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഇവിടുത്തെ പോലെ ആയിരിക്കുക, നാട്ടിൽ വരുമ്പോൾ നാട്ടിലെ പോലെ ഒരു മലയാളി ജീവിക്കുന്ന എങ്ങനെയോ അങ്ങനെ ജീവിക്കാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. നമ്മുടെ നോസി റിലേറ്റീവ്സിന്റെ ബന്ധുക്കളിൽ നിന്നും അയൽക്കാരിൽ നിന്നൊക്കെ ഒന്ന് മാറി താമസിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമുക്ക് കുറച്ച് മനസ്സമാധാനം കണ്ടെത്താനായിട്ട് ശ്രമിക്കും. വളരെ ശാന്തമായിട്ടാണ് പോകുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ സ്പോട്ട് ലൈറ്റിലേക്ക് വരാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തെറിവിളി കേൾക്കാനായിട്ട് റെഡി ആവുക. ഇപ്പോൾ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾക്ക് അഭിപ്രായം ഉണ്ടാവും. ആ അഭിപ്രായങ്ങളെ കൊള്ളേണ്ടത് കൊള്ളുക, തള്ളേണ്ടത് തള്ളുക എന്നുള്ള ഒരു മനോഭാവത്തോടുകൂടി ആയിരിക്കണം പോവേണ്ടത് എന്നുള്ള ഒരു ചിന്ത കൂടി
ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ വിദേശത്ത് താമസിക്കുന്നവർക്കുള്ള മറ്റൊരു ചിന്ത എന്നുള്ളത് വീട്ടിൽ താമസിക്കുന്ന പ്രായമുള്ള പേരൻസിനെ കുറിച്ചാണ്. വളരെ സ്വാഭാവികമായിട്ടും വരുന്ന ചിന്തകളാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലേക്ക് തിരിച്ചു വരുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് വളരെ സ്വാഭാവികമാണ് താനും. അതുപോലെ മറ്റൊരാൾ പറഞ്ഞതാണ്, യു നെവർ തിങ്ക് അബൌട്ട് കമ്മിങ് ബാക്ക് ടു കേരള പെർമനന്റ്ലി, ലിവ് ദെയർ പീസ്ഫുള്ളി. അപ്പൊ എന്ന് ആളുകൾ വളരെ കൃത്യമായിട്ട് തന്നെ ഉപദേശം നൽകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇങ്ങനെ നൂറുകണക്കുള്ള കമന്റുകളിൽ വളരെ ചുരുക്കം ചില കമന്റുകളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. അപ്പൊ ഇതിലൂടെയൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലം മാറുന്നതനുസരിച്ച് കോലവും മാറി വരുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് വരുന്ന മാറ്റങ്ങളെയൊക്കെ ഉൾക്കൊള്ളാനും ആ മാറ്റത്തിന് ഒത്തുചേർന്ന് പോകാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. നമ്മുടെ ഹൃദയം എപ്പോഴും നമ്മൾ പരിശോധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയം നമ്മളോട് സംസാരിക്കും. നാട്ടിലേക്ക് പോകണോ അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് തന്നെ നിലനിൽക്കണോ എന്നുള്ള ചോദ്യത്തിന്റെ അകത്ത് നമ്മുടെ മനസ്സെന്ത് പറയുന്നു, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വാല്യൂസ് നമുക്കുള്ളത്, ഏത് വാല്യൂസ് ആണ് നമ്മളെ ഇവിടെ നിൽക്കാനും അങ്ങോട്ട് പോകാനും പ്രേരിപ്പിക്കുന്നത്, അതനുസരിച്ചുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എവിടെയായാലും നമുക്ക് നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് കഴിയും. ചിലപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും, ചിലപ്പോൾ ഫൈറ്റ് ചെയ്ത് നിൽക്കേണ്ടതായിട്ട് വരും. അത് സ്വാഭാവികമാണ്. അപ്പൊ അത് മനുഷ്യൻ അങ്ങനെ ജീവിച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്നൊക്കെ ആയിരിക്കുന്ന രീതിയിലേക്കൊക്കെ ഇത്രയൊക്കെ വളരാനായിട്ടൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു ചിന്തയായിരിക്കണം ഇങ്ങനെയുള്ള ഒരു തീരുമാനം എടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് എനിക്ക് തോന്നുകയാണ്. സ്ത്രീകള് നാട്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ അവർക്കുള്ള സുരക്ഷിതത്വം വിദേശ രാജ്യങ്ങളിലുണ്ട് എന്ന് നമുക്ക് അടിവരയിട്ട് പറയാനായിട്ട് കഴിയും. നാട്ടിൽ വരുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് സാധിക്കുമെങ്കിൽ മാത്രം അപ്രകാരം ഒരു തീരുമാനം എടുക്കുക എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നതായിരിക്കും ഏറ്റവും പ്രധാനം എന്ന് തോന്നുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കേൾക്കാനും അറിയാനായിട്ടും താല്പര്യമുണ്ട്. അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റൊരു വീഡിയോ കാണാനായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വീണ്ടും കാണാം.